ഹായ് ഹലോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും രമ്യാസ് വീട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം ഞാൻ ഇന്നൊരു നല്ല കിടുക്കാച്ചി കണ്ണിമാങ്ങാച്ചാറിൻ്റെ റെസിപ്പി ആട്ടോ കൂട്ടുകാരെ കാണിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണട്ടോ കൂട്ടുകാരെ. അതിനായിട്ട് കണ്ണിമാങ്ങയെല്ലാം നന്നായിട്ട് കഴുകിയെടുത്തിട്ട് നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു തുണി കൊണ്ട് ഇവിടെ തുടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം 1 കിലോ കണ്ണിമാങ്ങ കാണും കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ അതിൻ്റെ തണ്ടെല്ലാം ഒരു 1/2 ഇഞ്ച് നീളത്തിൽ തണ്ട് നമ്മൾ നിർത്തിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. 1/2 ഇഞ്ച് തൊട്ട് 1 ഇഞ്ച് വരെ നിർത്തിയാൽ നല്ലതാണ്. അപ്പോൾ എൻ്റെ കുറേ തണ്ടൊക്കെ ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബാക്കിയെല്ലാം ഞാൻ അതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇത് ഉപ്പിലിട്ട് വെക്കാനായിട്ട് ഭരണി എടുക്കുകയാണെങ്കിൽ അതാണ് കേട്ടോ കൂട്ടുകാരെ ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ ഇവിടെ ചില്ലുപ്പി ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം കല്ലുപ്പ് ഇട്ട് കൊടുത്തു. അതിൻ്റെ മീതെ ലെയറായിട്ട് നമുക്ക് കണ്ണിമാങ്ങ ഇട്ട് കൊടുക്കാം. വീണ്ടും കല്ലുപ്പ് ഇട്ട് കൊടുക്കുക, വീണ്ടും കണ്ണിമാങ്ങ ഇട്ട് കൊടുക്കുക, എന്നിട്ട് ലാസ്റ്റ് കല്ലുപ്പ് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമുക്കിത് ഒട്ടും വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ കൂട്ടുകാരെ. നനവ് ഒട്ടും പാടില്ല. നമ്മളിത് കഴുകിയിട്ട് നന്നായിട്ട് തുടച്ചെടുത്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ചില്ലുപ്പിയും ഒട്ടും ജലാംശം പാടില്ല കേട്ടോ. നന്നായിട്ട് ഡ്രൈ ആയിരിക്കണം. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വായു കിടക്കാത്ത വിധത്തിൽ നല്ല ടൈറ്റായിട്ട് അടച്ച് വയ്ക്കണം. അപ്പോൾ ഒരു 15 ദിവസം തൊട്ട് 3 ആഴ്ച വരെ ഇരിക്കുകയാണ് കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോഴത്തേക്ക് നല്ല കണ്ണിമാങ്ങ ചുരുങ്ങി വരും. അപ്പോൾ 15 ദിവസമായിട്ടുണ്ട്. അപ്പോൾ ഒരു 3-4 ദിവസം കൂടുമ്പോൾ ഇടയ്ക്ക് ഒന്ന് എടുത്ത് ചില്ലുപ്പി ഒന്ന് കുലുക്കി കൊടുക്കണം, ആ ഉപ്പ് എല്ലായിടത്തേക്കും ഒന്ന് പിടിക്കാനായിട്ട്. ഇപ്പോൾ 15 ദിവസമായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അച്ചാർ റെഡിയാക്കാനായിട്ട് പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ കടുക് നമ്മൾ ചേർത്ത് കൊടുത്തു. അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ചൂടാറുമ്പോൾ തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കാം. ഇനി പാൻ അടുപ്പത്ത് വെച്ച് നല്ലെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അപ്പോൾ അത് തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം. അച്ചാറിൽ ലാസ്റ്റ് ചേർക്കാനാണ്. അതുപോലെ ഇനി പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയും അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും പിന്നെ 1/2 ടീസ്പൂൺ കായംപൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടായാൽ മതി കേട്ടോ. ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് ചൂടാക്കി എടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാ കടുക് നമ്മൾ തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ണിമാങ്ങയെല്ലാം നമ്മൾ കുപ്പിയിൽ നിന്ന് മാറ്റി അരിച്ചെടുത്ത് വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് കണ്ണിമാങ്ങ നമ്മൾ ഇട്ട് കൊടുത്തു. അതിലേക്ക് നമ്മൾ ആ ചൂടാക്കി വെച്ചിരുന്ന പൊടികളുണ്ടല്ലോ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായംപൊടി, അത് നമ്മൾ ചേർത്ത് കൊടുത്തു. പിന്നെ ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി ഇതാ നമ്മൾ ആ കടുക് തരിതരിപ്പായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. കണ്ണിമാങ്ങേന്ന് അരിച്ച് മാറ്റി വെച്ച വെള്ളം ഉണ്ടല്ലോ, അത് നമുക്ക് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് മുഴുവൻ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഗ്രേവിക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് ചേർത്താൽ മതി. പിന്നെ നമ്മൾ ആദ്യം നല്ലെണ്ണ ഒന്ന് ചൂടാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതും സ്വല്പം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഇതാ കിടുക്കാച്ചി കണ്ണിമാങ്ങാച്ചാർ ഇതാ റെഡി. അപ്പോൾ ഇനി നമുക്കിത് ചില്ലുകുപ്പിയിലാക്കി എടുത്ത് വയ്ക്കാം. ഞാനിത് ചില്ലുകുപ്പിയിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് ലാസ്റ്റ് ചില്ലുകുപ്പിയുടെ മുകളിൽ അച്ചാറെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് മീതെ നമുക്ക് ആ നല്ലെണ്ണ സ്വല്പം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ ആ ചൂടാക്കി വച്ച് തണുപ്പിച്ചിട്ടുണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒട്ടും പൂപ്പിൽ വരാണ്ടിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുപോലെ നമ്മൾ എപ്പോൾ അച്ചാർ എടുത്താലും നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു സ്പൂൺ വെച്ച് എടുക്കുക, ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ അച്ചാർ പെട്ടെന്ന് കേടാവും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ, ടാറ്റ ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.